ഒന്ന് ചോദിച്ചോട്ടെ, ഇത്തവണ നിങ്ങൾക്ക് കിട്ടിയ ഇലക്ഷൻ നോട്ടീസുകളിൽ എത്ര എണ്ണം വായിച്ചു? അല്ല, മറിച്ച് നോക്കിയെന്ന് പറഞ്ഞാലും മതി. അക്കാര്യം ഓർമ്മിച്ചത് തന്നെ ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് തന്നെയാകാം. വിവിധ സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ വീട്ടുപടിക്കലെത്തി നോട്ടീസും ബ്രോഷറും ഒക്കെ തന്നിട്ടുണ്ടാകാം. ആരെയും പിണക്കേണ്ട എന്ന് കരുതി മുഷിയാതെ നിങ്ങൾ അത് കൈനീട്ടി വാങ്ങിയിട്ടും ഉണ്ടാകും. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ ആ കടലാസ് വേസ്റ്റ് പേപ്പറിനൊപ്പമോ അല്ലെങ്കിൽ വേസ്റ്റ് ബക്കറ്റിലോ തട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇതേ നിങ്ങൾ തന്നെ മൊബൈലിൽ വന്ന ഇലക്ഷൻ പ്രചാരണ വീഡിയോകൾ എത്ര തവണ കണ്ടു എന്ന് ചോദിച്ചാൽ ഉഷാറാകും. കണ്ടെന്ന് മാത്രമല്ല, ഫോർവേഡ് ചെയ്യുകയോ ചിലതിന് കമൻ്റ് ഇടുകയോ ചെയ്തിട്ടുമുണ്ടാകാം. ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിൽ വന്ന അടിസ്ഥാന മാറ്റമാണിത്. ഇന്ത്യയിലെ ആദ്യ യൂട്യൂബ് ഇലക്ഷനാണ് 2024 എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് വെറും വിശേഷണമോ അലങ്കാരമോ അല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണ്. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഒരു മാസത്തിലേറെ പിന്നിടുമ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ പരസ്യങ്ങൾക്കായി വിവിധ കക്ഷികൾ ഇതുവരെ പൊടിച്ചത് 46 കോടി രൂപയാണെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. ഇതിൽ 13 കോടി BJPയുടെ വക. പണമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റേത് 10 കോടി. BJP കേരളത്തിൽ ഓൺലൈൻ പരസ്യത്തിനായി 56 ലക്ഷം രൂപ മുടക്കിയപ്പോൾ കോൺഗ്രസ് ഇറക്കിയത് 9 ലക്ഷം രൂപ. ഒരു മാസത്തിനിടെ സമൂഹ മാധ്യമങ്ങളിൽ വിവിധ കക്ഷികൾ നൽകിയ പരസ്യത്തിൻ്റെ എണ്ണം 1 ലക്ഷം കവിയും. ഇപ്പോൾ മനസ്സിലായല്ലോ, ചുവരെഴുത്തല്ല സ്ക്രീനെഴുത്തിലാണ് കാര്യമെന്ന്. പോഡ്കാസ്റ്റ്, റീൽസ്, യൂട്യൂബ് വീഡിയോ, ഇൻഫ്ലുവൻസർമാരുടെ പങ്കാളിത്തം, അങ്ങനെ നോക്കിയാൽ പ്രചാരണത്തിൻ്റെ കൊടുങ്കാറ്റ് നെറ്റിലാണ്. ഇന്ത്യയിലെ 142 കോടി ജനങ്ങളിൽ 82 കോടി ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളാണ്. ഗ്രാമീണരാണ് ഇതിൽ പാതി. ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. ഇസ്രയേലും ഇറ്റലിയുമാണ് 1, 2 സ്ഥാനത്ത്. ഇന്ത്യയിൽ 13 രൂപയ്ക്ക് 1 GB ഡാറ്റ കിട്ടുമെന്നാണ് ഒരു കണക്ക്. അമേരിക്കയിൽ ഇതിന് 500 രൂപയോളമാകും. കുറഞ്ഞ നിരക്ക് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണെന്നതിനാൽ ഈ ഭൂമുഖത്ത് അതിവേഗം വളരുന്ന സമൂഹ മാധ്യമ വിപണി കൂടിയാണ് ഇന്ത്യ. ജനസംഖ്യയിൽ പകുതി 30 വയസ്സിന് താഴെയുള്ളവരായതിനാൽ യംഗിസ്ഥാനാണ് ഇന്ത്യ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് കട്ട് ചെയ്യാത്ത ഇത്രയും സ്ക്രീനേജുകാരെ വരുതിയിലാക്കി ബൂത്തിലെത്തിക്കുകയാണ് ഓൺലൈൻ പരസ്യങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ 53 കോടി വാട്സാപ്പ് അക്കൗണ്ടുകളും 46 കോടി യൂട്യൂബ് ചാനലുകളും 31 കോടി ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമുണ്ട്. ഇത് ദിനംപ്രതി കൂടുന്നതല്ലാതെ കട പൂട്ടുന്നില്ല. ഇന്ത്യയിലെ 5 ഇൻ്റർനെറ്റ് വരിക്കാരിൽ 4 പേരും യൂട്യൂബ് കാണുന്നവരാണ്. വാർത്ത അറിയാൻ TV അല്ല, യൂട്യൂബാണ് അവരുടെ ആശ്രയം. അതിനാൽ തന്നെ വീഡിയോ ഇൻഫ്ലുവൻസർമാരെ ഫോളോ ചെയ്യുന്നവർ പതിനായിരങ്ങളാണ്. അത് ഓരോ മണിക്കൂറിൽ കൂടുകയും ചെയ്യുന്നു. രാജ്യത്തെ ഇൻഫ്ലുവൻസർമാരുടെ മാർക്കറ്റ് $28 കോടി ഒരു റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിൽ 40 ലക്ഷം ഇൻഫ്ലുവൻസർമാർ ഉണ്ടത്രേ. ശാപ്പാട് മുതൽ വളർത്തുമൃഗം വരെ കാറ്റഗറിയിൽ ഫോളോവേഴ്സിൻ്റെ എണ്ണമനുസരിച്ച് ഇൻഫ്ലുവൻസർമാരെ എലീറ്റ്, മെഗാ, മൈക്രോ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഒരു സ്പോൺസേഡ് പോസ്റ്റിന് 1 ലക്ഷം വരെ ലഭിക്കുന്ന ഇൻഫ്ലുവൻസർമാരുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് തുക 5 ലക്ഷം വരെ ആയിട്ടുമുണ്ട്. അപ്പോൾ പറയൂ, 10 വോട്ട് കിട്ടാൻ മൈക്ക് കെട്ടി കവലപ്രസംഗമാണോ റീൽസ് ആണോ നല്ലത്? ഇന്ത്യ ഇങ്ങനെ തിരിയുമ്പോൾ കേരളത്തിലെ കാര്യമോ? 3.5 കോടി ജനങ്ങൾക്ക് 3 കോടി ഫോൺ ഉണ്ടെന്നാണ് കണക്ക്. നെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ശേഷിക്കുന്നില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന സംസ്ഥാനവും ആണ് കേരളം. എന്നാൽ രാജ്യത്തിൻ്റെ ട്രെൻഡിനനുസരിച്ചല്ല കേരളത്തിലെ ജനസംഖ്യയുടെ പോക്ക് എന്നൊരു വശക്കേടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ജനസംഖ്യയിൽ പാതിയും 30 വയസ്സ് താഴെയുള്ളവരാണ് ഇന്ത്യയിലെങ്കിൽ കേരളത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം താഴേക്കാണ്. 6 പതിറ്റാണ്ട് മുമ്പ്, അതായത് 1961 കേരളത്തിലെ ജനസംഖ്യയിൽ 43% 15 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് കാൽപങ്ക് പോലുമില്ല. അതേസമയം 60 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യ 17% കടന്നിരിക്കുന്നു. അതായത് കേരളത്തിലെ 5-ൽ ഒരാൾ വയോജനമാണ് എന്ന് സമീപഭാവിയിൽ തന്നെ പറയാം.
നെറ്റ് ജനറേഷനോളം സ്പീഡ് വയോജനങ്ങൾക്കില്ലെങ്കിലും മൊബൈൽ ഉപഭോക്താക്കളിൽ നല്ല പങ്ക് ഈ വയോജനങ്ങൾ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരരായ വയോജനങ്ങൾ കൂടുതൽ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നതും കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ന്യൂജെന്നിനെ പോലെ വയോജനത്തിനെയും ലക്ഷ്യം വച്ചാണ് കേരളത്തിൽ മൊബൈലിൽ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യങ്ങൾ. ചാടി വീഴുന്ന ചെറുപ്പക്കാരെ മാത്രമല്ല, അല്പം ഒന്ന് ചിന്തിച്ച ശേഷം വോട്ട് തങ്ങളുടെ വശത്തേക്കാക്കാൻ തക്ക പരുവത്തിലാണ് മൊബൈലിലെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 2014 തിരഞ്ഞെടുപ്പോടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിന് തുടക്കമാകുന്നത്. അതിന് നേതൃത്വം നൽകിയത് അന്ന് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി തന്നെയായിരുന്നു. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം താമര ചിഹ്നം കാട്ടിയെടുത്ത സെൽഫി രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ചിത്രമായി. മോദിക്ക് സോഷ്യൽ മീഡിയ പ്രചാരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നു. മുഖ്യ എതിരാളിയായ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുലിനേക്കാൾ ചെറുപ്പക്കാരായ ആരാധകർ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രീയ നേതാവായി മോദി അതിവേഗം മാറി. അന്ന് അതിനെ വലിയ കാര്യമായി ആരും കണക്കിലെടുത്തില്ല. ഒരു മിസ് കോൾ അടിച്ചാൽ BJP അംഗത്വം ലഭിക്കും എന്നുവരെയുള്ള പ്രചാരണ തന്ത്രങ്ങൾ അത്ര കാര്യമായി എടുക്കേണ്ടതില്ല എന്ന നിലയിലായിരുന്നു കോൺഗ്രസും. ഇന്ന് മോദിക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ 10 കോടി ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ രാഹുലിന് 2.5 കോടിയേ ഉള്ളൂ. ഇൻസ്റ്റയിൽ 8.8 കോടിയും യൂട്യൂബിൽ 2 കോടിയും ഫോളോവേഴ്സ് മോദിക്കുണ്ട്. ലോകത്ത് ഓൺലൈനിൽ ജനം ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന നേതാവാണ് മോദി. വ്യക്തികളുടെ ഈ കണക്കിനപ്പുറം ലോകത്ത് തിരഞ്ഞെടുപ്പ് രംഗത്തെ സമൂഹ മാധ്യമങ്ങൾ വലിയ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്തോനേഷ്യയിൽ അടുത്തിടെ നടന്ന പൊതു തിരഞ്ഞെടുപ്പ് ടിക്ടോക്ക് ഇലക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അമേരിക്ക തന്നെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ ടിക്ടോക്ക് ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ജോ ബൈഡൻ തന്നെ ഉപയോഗിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഫേക്ക് ന്യൂസ് തടയാൻ മെറ്റ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. പാക് തിരഞ്ഞെടുപ്പിൽ ബൂത്ത് പിടുത്തം ആദ്യം പുറത്തു വന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു. ഇനി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ചൈന AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പ് സർക്കാരിൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. പുതിയ ചുവരെഴുത്തുകൾ നാം കാണാതിരുന്നുകൂടാ. മിതമായ നിരക്കിൽ നല്ലപോലെ വോട്ട് പിടിച്ചു കൊടുക്കപ്പെടും എന്ന ബോർഡ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. 1952 ഒന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ കാളവണ്ടിയിൽ മൈക്ക് കെട്ടി ആരംഭിച്ച പ്രചാരണം ഇപ്പോൾ 18ാമത് തിരഞ്ഞെടുപ്പിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റിലൂടെയാകുമ്പോൾ അത് കാലത്തിൻ്റെ പുതിയ ചുവരെഴുത്താണ്.